21 മാസത്തിലേറെയായി കലാപക്കെടുതിയിലായിരുന്ന മണിപ്പൂരിലെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ഒടുവിൽ രാജിവെച്ചു. മെയ്തേയ്, കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള വംശീയ സംഘർഷത്തിന് 2023 മെയ് 3-നാണ് തുടക്കം കുറിച്ചത്. സംഘർഷത്തിന് തുടക്കം കുറിക്കാൻ കാരണം മെയ്തേയ് വിഭാഗക്കാർക്ക് പട്ടികവർഗ പദവി നൽകണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നതോടെയാണ്. കലാപവുമായി ബന്ധപ്പെട്ട് 140-ൽ അധികം മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ ക്രൈസ്തവ ദേവാലയങ്ങളും വീടുകളും ഉൾപ്പെടെ അഗ്നിക്കിരയാക്കപ്പെട്ട റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. 40,000-ഓളം പേർ പലായനം ചെയ്തു. 2 യുവതികളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ വാർത്ത പുറത്തു വന്നതോടെ മണിപ്പൂർ അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരുന്നു. കലാപം തടയാൻ അടിയന്തര നടപടികൾ എടുക്കുന്നതിന് പകരം താൻ ഉൾപ്പെടുന്ന മെയ്തേയ് വിഭാഗത്തിന്റെ വക്താവെന്ന പോലെ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയെയാണ് മണിപ്പൂരിൽ കണ്ടത്. BJPയുടെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് പ്രശ്നങ്ങൾ വളരാൻ കാരണമായതെന്ന വാദം ഉയർന്നിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രാജി തന്നെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയതിന്റെ പേരിലല്ല. ഇന്ന് നിയമസഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ കോൺഗ്രസ് തയ്യാറെടുത്ത പശ്ചാത്തലത്തിലാണ് എന്നത് വ്യക്തമാണ്. അതിനിടെ മണിപ്പൂരിൽ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തിരക്കിലാണ് BJP. 3 പേരെയാണ് പ്രധാനമായും BJP പരിഗണിക്കുന്നത്. മന്ത്രിമാരായ വൈഗേ ചന്ദ് സിംഗ്, ടി ബിശ്വജിത് സിംഗ് എന്നിവരും സ്പീക്കർ സത്യബ്രത സിംഗുമാണ് പരിഗണനയിലുള്ളത്. സഖ്യകക്ഷികളായ NPP, NPF എന്നിവരുമായി BJP ചർച്ച തുടങ്ങി. അതേസമയം ബിരേൻ സിംഗിന്റെ രാജിക്ക് പിന്നാലെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. മണിപ്പൂരിൽ നടന്ന കലാപത്തിനെതിരെ കേരളത്തിലെ ക്രിസ്തീയ സഭകൾ ധാരാളം പ്രതിഷേധ സമരങ്ങൾ ഉയർത്തിയിരുന്നു.